ഹായ്, എല്ലാവർക്കും വീണ്ടും ആൽഫ മൈൻഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രചോദിത ചിന്തയുടെ നിയമത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഉൾവിളികളും ആശയങ്ങളും എങ്ങനെ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ ആകർഷണ നിയമത്തിലെ 27ാമത്തെ തത്വമായ വിശദാംശങ്ങളുടെ നിയമം അഥവാ ലോ ഓഫ് ഡീറ്റെയിലിംഗ് എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ നിയമം പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ എത്രത്തോളം വ്യക്തവും വിശദവുമാക്കുന്നുവോ അത്രത്തോളം വേഗത്തിൽ അവ യാഥാർത്ഥ്യമാകും എന്നാണ്. പ്രശസ്ത എഴുത്തുകാരൻ നാപ്പോളിയൻ ഹിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്: നിങ്ങളുടെ മനസ്സിന് എന്ത് സങ്കല്പിക്കാനും വിശ്വസിക്കാനും കഴിയുന്നുവോ അത് നേടാൻ അതിന് കഴിയും. ഈ വാക്കുകൾ വിശദാംശങ്ങളുടെ നിയമത്തെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്നു. നമ്മൾ ഒരു വലിയ കെട്ടിടം പണിയാൻ ആഗ്രഹിക്കുന്നു എന്നിരിക്കട്ടെ. ആ കെട്ടിടത്തിന് ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാകും. അതിൽ ഓരോ മുറിയുടെയും അളവ്, ജനലുകളുടെ സ്ഥാനം, ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്നിങ്ങനെ എല്ലാ വിശദാംശങ്ങളും രേഖപ്പെടുത്തിയിരിക്കും. എത്രത്തോളം വിശദമാണോ ആ ബ്ലൂ പ്രിന്റ്, അത്രത്തോളം ആ കെട്ടിടം ആഗ്രഹിക്കുന്ന പോലെ നിർമ്മിക്കാൻ എളുപ്പമാകും. അതുപോലെയാണ് നമ്മുടെ ആഗ്രഹങ്ങളും. നിങ്ങൾ എന്ത് നേടാനാണ് ആഗ്രഹിക്കുന്നതെന്ന് എത്രത്തോളം വ്യക്തവും വിശദവുമാണോ അത്രത്തോളം പ്രപഞ്ചത്തിന് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ എളുപ്പമാകും. വിശദാംശങ്ങളുടെ നിയമം എങ്ങനെ പ്രാവർത്തികമാക്കാം? വിശദാംശങ്ങളുടെ നിയമം ഫലപ്രദമായി ഉപയോഗിക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ഇതാ. ലക്ഷ്യങ്ങൾ എഴുതിവെക്കുക. വിശദമായി നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വളരെ വ്യക്തമായും വിശദമായും എഴുതിവെക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി, വീട്, ബന്ധം എന്നിവയുടെ എല്ലാ വിശദാംശങ്ങളും ചേർക്കുക. ഉദാഹരണത്തിന്, ഒരു വീടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് എത്ര മുറികളുള്ളതാണ്, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ചുറ്റും എന്തൊക്കെയുണ്ട്, അതിന്റെ നിറം എന്താണ് എന്നിങ്ങനെ എല്ലാ വിവരങ്ങളും എഴുതുക. വിഷ്വലൈസേഷൻ ശക്തമാക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുത്തതായി വളരെ വ്യക്തമായി സങ്കൽപ്പിക്കുക. നിങ്ങൾ ആ ആഗ്രഹം പൂർത്തിയാകുമ്പോൾ എവിടെയാണ്, എന്ത് ചെയ്യുന്നു, ആ നിമിഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നിങ്ങൾ ആരെല്ലാമായിട്ടാണുള്ളത് എന്നിങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സങ്കൽപ്പിക്കുക. ഈ ചിത്രം എത്രത്തോളം വ്യക്തമാണോ അത്രത്തോളം അതിന്റെ വൈബ്രേഷൻ ശക്തമാകും. വിഷ്വൽ ബോർഡുകൾ ഉപയോഗിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളെ ചിത്രങ്ങളിലൂടെയും വാക്കുകളിലൂടെയും ഒരു വിഷ്വൽ ബോർഡിൽ രേഖപ്പെടുത്തുക. ഇത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ എന്നും ഓർമ്മിപ്പിക്കാനും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കും. സ്റ്റാർ നൽകിയിരിക്കുന്ന വിവരങ്ങൾ പൂർണ്ണമാണെന്ന് ഉറപ്പാക്കുക. ഒരു ഓർഡർ നൽകുന്നത് പോലെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നത്. നിങ്ങൾ കൃത്യമായ വിവരങ്ങൾ നൽകാതെ ഒരു ഓർഡർ നൽകിയാൽ അത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് വ്യക്തവും പൂർണ്ണവുമായ വിവരങ്ങൾ നൽകുക. അടുത്ത വീഡിയോയിൽ നമ്മൾ സന്തോഷത്തിന്റെ നിയമം, ലോ ഓഫ് ജോയ് എന്താണെന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും. സന്തോഷം ഒരു ഉയർന്ന വൈബ്രേഷനാണെന്നും അത് എങ്ങനെ വേഗത്തിൽ മാനിഫെസ്റ്റേഷനെ സഹായിക്കുന്നു എന്നും നമുക്ക് നോക്കാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നന്ദി.